മഹാഭാരത കഥകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അസുരന്മാരുടെ വിശ്വകർമാവായ മയാസുരൻ അർജുനനു വേണ്ടി ഒരു മായാസഭ വാഗ്ദാനം ചെയ്യുകയും അത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായ യുധിഷ്ഠിരന് സമർപ്പിക്കുകയും ചെയ്തു. മയൻ്റെ മായാസഭ. ആ സഭയിൽ അപ്സരസുകൾ നൃത്തം ചെയ്തു. ദിവ്യഗായകരൊക്കെ വന്ന് പാട്ടുപാടി എല്ലാവരും ആഹ്ലാദിച്ചു. ആ സമയത്താണ് ദേവർഷിയായ നാരദൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരിൽ ഒരാളാണ് നാരദ മഹർഷി. നാരദ മഹർഷിയുടെ കൂടെ തന്നെ കുറേ മഹർഷിമാരും വന്നു ചേർന്നു. പാരിജാതൻ, പർവ്വതൻ, സുമുഖൻ എന്നീ പ്രശസ്തരായ മഹർഷിമാരുടെ കൂടെയാണ് ദേവർഷിയായ നാരദ മഹർഷി മയൻ്റെ സഭയിൽ എത്തിച്ചേർന്നത്, പാണ്ഡവരെ കാണുവാൻ വേണ്ടി. വേദാംഗങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ധർമ്മനീതി തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും അസാധാരണ പാണ്ഡിത്യം ഉള്ള ആളായിരുന്നു നാരദ മഹർഷി. ഒപ്പമുള്ളവരും ദേവർഷിയായ നാരദ മഹർഷിയെയും കൂടെ വന്ന മഹർഷിമാരെയും യുധിഷ്ഠിരൻ സ്നേഹപൂർവം സ്വീകരിച്ചിരുത്തി. നാരദമുനി ചോദ്യരൂപേണ ഒരു രാജാവ് അനുഷ്ഠിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും യുധിഷ്ഠിരനോട് ചോദിച്ച് അതിനുള്ള പരിഹാരങ്ങളും ഉത്തരങ്ങളും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എല്ലാം കേട്ട യുധിഷ്ഠിരൻ നാരദ മഹർഷിയുടെ പാതാരവിന്ദങ്ങളിൽ പ്രണമിക്കുകയും അങ്ങയാൽ എൻ്റെ ജ്ഞാനം വർദ്ധിക്കാൻ ഇടയായെന്ന് അറിയിക്കുകയും ചെയ്തു. ഇതെല്ലാം അനുസരിക്കുന്ന ഒരു രാജാവ് ഇഹലോകത്തും പരലോകത്തും സുഖമനുഭവിക്കുമെന്ന് നാരദ മഹർഷി യുധിഷ്ഠിരനോട് പറയുകയും ചെയ്തു. തുടർന്ന് മയൻ നിർമ്മിച്ചിട്ടുള്ള ആ മായാസഭ നാരദ മഹർഷിയും കൂട്ടരും പാണ്ഡവരോടൊപ്പം ചുറ്റിക്കറങ്ങി കാണുകയാണ്. യുധിഷ്ഠിരൻ ചോദിച്ചു, ഇങ്ങനൊരു സഭ അങ്ങ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങയുടെ സന്ദർശന വേളയിൽ? അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, മനുഷ്യലോകത്ത് ഞാൻ ഇത് ആദ്യമായാണ് കാണുന്നത്. ഇതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. വിവിധ തരം സഭകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അങ്ങനെ നാരദ മഹർഷി ഓരോരുത്തരുടെയും സഭയുടെ വിശേഷങ്ങളൊക്കെ പാണ്ഡവരുമായി പങ്കുവച്ചു. യമധർമ്മ രാജാവിൻ്റെ സഭ, ഇന്ദ്രൻ്റെ സഭ, ബ്രഹ്മാവിൻ്റെ സഭ, കുബേരൻ്റെ സഭ എല്ലാം നാരദ മഹർഷി കണ്ടിട്ടുണ്ടെന്നും അവയെക്കുറിച്ച് ചെറുവിവരണങ്ങൾ നൽകുകയും ചെയ്തു. അതിങ്ങനെ ആയിരുന്നു. യമധർമ്മ രാജാവിൻ്റെ സഭ സന്ദർശിച്ചപ്പോൾ നാരദ മഹർഷിക്ക് കാണാൻ കഴിഞ്ഞത് എല്ലാ രാജാക്കന്മാരെയും ആയിരുന്നു. വരുണന്റെ സഭ സന്ദർശിച്ചപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത് നാഗങ്ങൾ, നദികൾ, സമുദ്രങ്ങൾ, ദൈത്യരാജാക്കന്മാർ തുടങ്ങിയവരെ ആയിരുന്നു. കുബേര രാജാവിൻ്റെ സഭ നാരദ മഹർഷി സന്ദർശിച്ചിരുന്നു. അവിടെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് യക്ഷന്മാർ, രാക്ഷസന്മാർ, ഗന്ധർവന്മാർ, രുദ്രന്മാർ തുടങ്ങിയവർ ആയിരുന്നു. ബ്രഹ്മാവിൻ്റെ സഭയിലാവട്ടെ മഹർഷിമാരും ദേവതകളും ശാസ്ത്രപുരാണങ്ങളും വസിക്കുന്നതായി നാരദ മഹർഷിക്ക് കാണാൻ കഴിഞ്ഞു. തുടർന്ന് ദേവേന്ദ്രൻ്റെ സഭയിലേക്ക് പോയപ്പോൾ അവിടെ ഗന്ധർവന്മാരും അപ്സരസുകളും മഹർഷിമാരും രാജർഷിയായ ഹരിശ്ചന്ദ്രനെയും കാണാൻ കഴിഞ്ഞു. ഇനി ഹരിശ്ചന്ദ്രൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. വിവിധ സഭകളുടെ വിശേഷങ്ങളും അവിടുത്തെ കാര്യങ്ങളും എല്ലാം നാരദ മഹർഷി യുധിഷ്ഠിരനോട് പറഞ്ഞു. അത് കേട്ട് സന്തുഷ്ടനായ യുധിഷ്ഠിരൻ എൻ്റെ പിതാവായ പാണ്ഡു ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ദ്രസഭയിൽ രാജാ ഹരിശ്ചന്ദ്രനുള്ള സ്ഥാനം, അതിനെപ്പറ്റിയും പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. എന്താണ് ഇത്ര പ്രത്യേകത, ഇത്ര ഒരു വിശിഷ്ട വ്യക്തിയാണോ ഹരിശ്ചന്ദ്രൻ? അപ്പോൾ നാരദ മഹർഷി ഹരിശ്ചന്ദ്രൻ്റെ കഥ പറയുകയാണ് യുധിഷ്ഠിരനോട്. രാജസൂയ യാഗം നടത്തുന്ന രാജാവ്, പടക്കളത്തിൽ വെട്ടിമരിക്കുന്ന പോരാളി, തപശക്തിയാൽ ദേഹം വെടിയുന്ന മഹർഷി, ഇവർക്കൊക്കെ ഇന്ദ്രസഭയിൽ ഉന്നത സ്ഥാനമാണ് യുധിഷ്ഠിര. അങ്ങനൊരു രാജാവായിരുന്നു രാജാ ഹരിശ്ചന്ദ്രൻ. അദ്ദേഹം ഇഷ്ടം പോലെ സ്വത്തുവകകൾ ദാനമായി ആളുകൾക്ക് കൊടുത്തിരുന്നു. രാജസൂയ യാഗം നടത്തിയിരുന്നു. നിന്റെ പിതാവായ പാണ്ഡുവിനെ ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു, യുധിഷ്ഠിരനോട് രാജസൂയ യാഗം നടത്താൻ അങ്ങ് പറയണം.
അങ്ങനെയാണെങ്കിൽ എനിക്ക് ദേവലോകത്ത് ഉന്നത പദവി ലഭിക്കും, യുധിഷ്ഠിരനും ലഭിക്കും, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത പാണ്ഡുവിനും ലഭിക്കും. പാണ്ഡുവിൻ്റെ ഈ ഒരു ആഗ്രഹം നാരദൻ മർത്യലോകത്ത് വന്ന് യുധിഷ്ഠിരനോട് പറഞ്ഞു. ഇതിന് ധാരാളം തടസ്സങ്ങളുണ്ടാവും. രാജസൂയ യജ്ഞം നടത്താൻ രാക്ഷസന്മാർ ഇത് തടുക്കാൻ നോക്കും. നിന്റെ അനുജന്മാരുടെ കഴിവുകൊണ്ട്, നിന്റെ ധർമ്മനീതി കൊണ്ട് നിനക്കതിന് സാധിക്കും. ഞാൻ ദ്വാരകയിലേക്ക് പോവുകയാണ് എന്നും പറഞ്ഞ് നാരദ മഹർഷി കൂടെ വന്ന തപസന്മാരെയും കൂട്ടി ദ്വാരകാപുരിയിലേക്ക് പോയി. യുധിഷ്ഠിരൻ രാജസൂയ യജ്ഞം നടത്താനുള്ള ആലോചനകളിൽ മുഴുകുകയും ചെയ്തു. രാജസൂയ യാഗം എന്ന മഹായാഗത്തിൻ്റെ വിശേഷങ്ങളുമായി മഹാഭാരത കഥയുടെ അടുത്ത ഭാഗത്ത് കാണാം. മഹാഭാരത കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ.